ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ആദ്യത്തെ ടൊവിനോ ചിത്രം നരിവേട്ട അപ്ഡേറ്റ് ആണ്. ഇന്ന് 2 ലക്ഷത്തിലേറെ കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് 5 ലക്ഷത്തോളം കേരള ഗ്രോസ് ആണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിൽ ഏറ്റവും മികച്ച കളക്ഷൻ ഇന്ന് ലഭ്യമാകുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമയുടെ ആകെ കേരള ഗ്രോസ് 17,20,00,000 അടുക്കുന്നു. സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. കാത്തിരിക്കൂ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ട്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ തിയേറ്ററുകളിൽ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് സിനിമയുടെ 10ാം ദിവസമാണ് തിയേറ്ററുകളിൽ. ഇന്ന് 33 ലക്ഷത്തിലേറെ കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 50 ലക്ഷത്തിൽ പരം കേരള ഗ്രോസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3,50,00,000 രൂപയാണ് സിനിമയുടെ ഇന്നലെ വരെയുള്ള കേരള ഗ്രോസ്. അപ്പോൾ ഇന്നത്തോടെ 4 കോടിയിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 10ാം ദിവസവും മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ റോന്തന്റെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ശനിയാഴ്ച വരെ 4,10,00,000 കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 28 ലക്ഷത്തിൽ പരം കേരള ട്രാക്കിംഗ് ഗ്രോസ് ആണ് ഞായറാഴ്ച വന്നിരിക്കുന്നത്. ഇന്ന് 45 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് അങ്ങനെ ഇന്നത്തോടെ 4,50,00,000 കേരള ഗ്രോസിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിയുന്നതാണ്. സിനിമയുടെയും കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ലഭ്യമല്ല. ഇനി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ വൻ സൂപ്പർ താര ബോളിവുഡ് ചിത്രം സിതാരെ സമീൻ പാർ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആമിർ ഖാൻ സിനിമ പ്രതീക്ഷിച്ചതുപോലെ കളക്ഷൻ വർധന പ്രതിദിനം നേടിയെടുക്കുകയാണ്. ആദ്യ ദിവസം 20 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് 50 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിരിക്കുന്നു. ശനിയാഴ്ചയേക്കാൾ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ന് തിയേറ്ററുകളിൽ ഉറപ്പാക്കിയ സിനിമ ഇന്നത്തോടെ 90 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആമിർ ഖാൻ തന്നെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച C5 OTT റിലീസായ സിനിമയാണല്ലോ ദിലീപ് നായകനെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി. OTTയിൽ എത്തിയിട്ടും ഇന്ന് ഞായറാഴ്ച മികച്ചൊരു കേരള ട്രാക്കിംഗ് ഗ്രോസ് സിനിമ 45ാം ദിവസം നേടിയെടുത്തിരിക്കുകയാണ്. 70,000-ന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്ന് 1 ലക്ഷത്തിലേറെ ഗ്രോസ് കളക്ഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. സിനിമയുടെ ഇതുവരെയുള്ള ആകെ കേരള ഗ്രോസ് 17,35,00,000 എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആക്കപ്പെടും. കാത്തിരിക്കൂ ആ കളക്ഷൻ അറിയാനായിട്ട്.